ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 4 ഒന്നാമത്തെ എപ്പിസോഡാണ്. നമ്മൾ അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ടാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള സീസൺസിൻ്റെയും എല്ലാ എപ്പിസോഡ് നമ്പർ കൂടെ കൗണ്ട് കൂട്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കാൻ നേരത്തെ എപ്പിസോഡ് നമ്പർ 47 ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ സീസൺസും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ ലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളെ പറഞ്ഞൊന്നും മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷൻ പോകാം. കാണിക്കുന്നത് നമ്മുടെ യൊറീച്ചിന്റെയും അതുപോലെ തന്നെ സൈഫോണിന്റെ ഒരു വലിയ ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അവളുടെ സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്തോ ഒരു വലിയൊരു ബ്ലാസ്റ്റ് തന്നെ അവിടെ ഉണ്ടാക്കുകയാണ്. ബ്ലാസ്റ്റ് കാരണം അവിടെ ഒരുപാടധികം തകരാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ സൈഫോൺ ഒന്നും പറ്റാത്ത രീതിയിലായിരുന്നു നമ്മുടെ യൊറീച്ചി അവളെ അറ്റാക്ക് ചെയ്തത്. കാരണം സൈഫോണെ ഒരു ബേബിനെ പോലാണ് യൊറീച്ചി കാണുന്നത്. ഓടി വന്ന സൈഫോൺ വീണ്ടും യൊറീച്ചിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ നമ്മുടെ സൈഫോണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് നമ്മുടെ യൊറീച്ചി. ഇപ്പോൾ കുറച്ച് പവർ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, നീ ഇപ്പോഴും പഴയ ആ ബേബി തന്നെയാണ്. നമ്മുടെ യൊറീച്ചിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം പവർഫുൾ ആയത് എങ്ങനെയാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈഫോൺ. ഇതേ സമയം തന്നെ അവളുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി അങ്ങോട്ട് വരികയാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് അതിൻ്റെ ഫാദർ. അതിൻ്റെ ഫാദർ നമ്മുടെ യൊറീച്ചിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ യൊറീച്ചി ഷിബിൻ ക്ലാനിൻ്റെ പ്രിൻസസ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്ക്വാഡോ അഥവാ പണിഷ്മെന്റ് സ്ക്വാഡിൻ്റെയോ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ഇവളായിരിക്കും. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഷിബിൻ ക്ലാനിൻ്റെ അതിലെ ഓരോ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവൾ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് നീ വേണം മാസ്റ്റർ യൊറീച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്വീഫോൺ ആ സമയത്ത് തന്നെ നമ്മുടെ സ്വീഫോൺ ആണെങ്കിൽ യൊറീച്ചിനെ ഒരു ദൈവത്തിനെ പോലെ ആയിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ യൊറീച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഗാർഡ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ സ്വീഫോൺ തീരുമാനിക്കുകയാണ്. എക്സിക്യൂഷനും അതുപോലെ തന്നെ പണിഷ്മെൻറ്റും ഇനി കൊടുക്കുന്നത് നമ്മുടെ യൊറീച്ചിയാണ്. അവളെ ഗാർഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വീഫോൺ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുകയാണ്. ഭയങ്കര അധികം ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുമായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വീഫോൺ. ഒരു വലിയ വാരിയറിൻ്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവളെയൊക്കെ സിമ്പിളായിട്ട് തന്നെ തോൽപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ യൊറീച്ചി ഇവളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നു. എന്നാൽ നമ്മുടെ യൊറീച്ചിയുടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിൻ്റെ അടുത്ത് തോറ്റു പോവുകയാണ് നമ്മുടെ സ്വീഫോൺ. നമ്മുടെ സൈഫോൺ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്കും ചെയ്ത് നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് സെക്കൻഡ് സ്ക്വാഡിൽ ജോയിൻ ചെയ്യുകയാണ്. സെക്കൻഡ് സ്ക്വാഡിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ യൊറീച്ചിൻ്റെ ഒരു ഡയറക്റ്റ് സബോർഡിനേറ്റ് ആകുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ യൊറീച്ചിൻ്റെ അടുത്ത് സ്വീഫോൺ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇത് കണ്ട നമ്മുടെ യൊറീച്ചി പറയുകയാണ്, സ്വീഫോൺ നീ ഒരുപാടധികം ഫോർമൽ ആവേണ്ട ആവശ്യമില്ല, നീ എന്നെ ലേഡി യൊറീച്ചി ഇതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നീ എന്നെ നോർമലായിട്ടുള്ള രീതിയിൽ വിളിച്ചാൽ മതി. ഇത് കേട്ട നമ്മുടെ സ്വീഫോണ് ഒരുപാടധികം സന്തോഷമാവുകയാണ്. നമ്മുടെ യൊറീച്ചിയും അതുപോലെ തന്നെ സ്വീഫോണും നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്സ് ആവുകയാണ്. നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ സ്വീഫോണ് ഒരു കൊച്ചു കുട്ടീനെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്വീഫോണും ഒരുപാടധികം ഇഷ്ടമാണ്. രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ ഇവളെ കൊണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി വരും. അങ്ങനെ ഒരു ഹോളോനെ കൊല്ലാൻ വേണ്ടി ഇവൾ വരുന്ന സമയത്തായിരുന്നു ആ ഹോളോ ഇവളെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ട നമ്മുടെ യൊറീച്ചി ആ ഹോളോനെ 4 കഷ്ണമായിട്ട് വെട്ടുകയാണ്. അവളെ രക്ഷിക്കുകയാണ്. ഈ സമയത്തായിരുന്നു ഒരു വലിയൊരു അപമാനം തന്നെ സ്വീഫോൺ ഉണ്ടാകുന്നത്. കാരണം യൊറീച്ചിനെ സ്വീഫോണാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ യൊറീച്ചിയാണ് സ്വീഫോണെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് ഇവൾക്ക് ഒരുപാടധികം വിഷമം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇവൾ നല്ല രീതിയിൽ തന്നെ രാത്രികളിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുകയാണ്. ഇവൾക്ക് ഒരുപാടധികം സ്ട്രോങ് ആകാൻ വേണ്ടി, അങ്ങനെ സ്ട്രോങ് ആയിട്ട് വേണം യൊറീച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അന്നേരം തന്നെ എന്തിനു വേണ്ടിയാണ് നീ ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൊറീച്ചി അവളുടെ പുറവശത്ത് വരുന്നു. നീ എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടേണ്ടൊന്നും ആവശ്യമില്ല, കുറച്ച് നേരം ചില്ലാവ് എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് തറയിൽ ഇരുത്തിയിട്ട് അവളുടെ മടിയിലേക്ക് നമ്മുടെ യൊറീച്ചി കിടക്കുകയാണ്. നമ്മുടെ സ്വീഫോണ് യൊറീച്ചിൻ്റെ കൂടെ ഇരിക്കുന്നത് വളരെയധികം സന്തോഷമാണ്. അവൾക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, ഒരുപാടധികം ഹാപ്പിയാണ്. എന്നാൽ ആ സന്തോഷം ഒരുപാട് നാൾ നീണ്ടുപോയില്ല. ഒരു ദിവസമായിരുന്നു സ്വീഫോൺ ആ വാർത്ത കേൾക്കുന്നത്. യൊറീച്ചി സോൾ സൊസൈറ്റിനെ ബിട്രേ ചെയ്തിരിക്കുന്നു എന്നിട്ട് ഹ്യൂമൻ വേൾഡിൽ പോയിട്ടുള്ള വാർത്ത അവൾ കേൾക്കുന്നു. ഈ വാർത്ത കേട്ട് നമ്മുടെ സ്വീഫോൺ ഒരുപാടധികം ദേഷ്യം വരികയാണ് നമ്മുടെ യൊറീച്ചിയുടെ അടുത്ത്. കാരണം ഇത്രയും കാലം തൻ്റെ അടുത്ത് ചിരിച്ച് നടന്ന ആളാണ് ഇപ്പോൾ തന്നെയും കളഞ്ഞ് സോൾ സൊസൈറ്റിയിൽ നിന്ന് ബിട്രേ ചെയ്ത് ഹ്യൂമൻ വേൾഡിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇനി തിരിച്ചു വരുവാണെങ്കിൽ അവളെ ഞാൻ കൊല്ലുമെന്നാണ് അവളെടുത്ത തീരുമാനം. സൈഫോൺ ആണെങ്കിൽ യൊറീച്ചിൻ്റെ കാലിൽ വീണിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നീ എന്തിനു വേണ്ടിയാണ് എന്നെയും അതുപോലെ സോൾ സൊസൈറ്റിനെയും ബിട്രേ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയത്? നിനക്ക് എന്നെ എന്ത് വേണേലും ഇപ്പോൾ ചെയ്യാം,
ഞാനൊന്നും ചെയ്യത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് സൈഫോൺ വിഷമത്തോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുമമൊറോന്റെ ലൂട്ടനന്റും അതുപോലെ തന്നെ നമ്മുടെ ഇക്കാക്കു അവിടെ ഇരിക്കുന്നതാണ്. സോ ഗൈസ്, അവിടെ ഇരുന്ന് ഇക്കാക്കു ഒരു സാക്കയൊക്കെ കുടിക്കുന്നത്. ഇക്കാക്കു, നീ ഒരുപാടധികം പവർഫുൾ ആണ്, അതുകൊണ്ട് തന്നെ നീ ആ സ്ക്വാഡിൽ നിന്ന് മാറിയിട്ട് കുമമൊറോന്റെ പവർഫുൾ ആയിട്ടുള്ള സ്ക്വാഡായിട്ടുള്ള 11th സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യും എന്ന് ആ ലൂട്ടനന്റ് പറയുന്നു. അത് നമ്മുടെ ഇക്കാക്കു റിജക്റ്റ് ചെയ്യുകയാണ്, ഞാൻ ഈ സ്ക്വാഡിൽ തന്നെ ഇരുന്നോളാം. എന്നാൽ അതേസമയം തന്നെ അപ്പുറത്തിരുന്ന ലൂട്ടനന്റ് ആണെങ്കിൽ അവൻ്റെ സാക്കി അങ്ങ് കുടിച്ച് തീർക്കുകയാണ്. സോ ഇത് നമ്മുടെ ഇക്കാക്കുവിന് ഒരുപാടധികം ദേഷ്യം വരുന്നു. ഇക്കാക്കു ഓടി ലൂട്ടനൻ്റെ അടുത്ത് വരുന്നു. സോ ലൂട്ടനൻറ്റും അവർ രണ്ടുപേരും അടിയുണ്ടാക്കാൻ റെഡി ആവുകയാണെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അവർ രണ്ടുപേരും സ്റ്റോൺ പേപ്പർ മാച്ച് വെക്കും. ആ മാച്ചിൽ നമ്മുടെ ഇക്കാക്കു തോൽക്കുകയും ചെയ്യും. സോ ഇവർ ഭ്രാന്തന്മാരാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയത്തായിരുന്നു അവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇത് കണ്ട നമ്മുടെ ഇക്കാക്കു പറയും, അത് വേറെ ആരുടെയല്ല, അത് ഇച്ചിഗോ കുറോസാക്കിയുടെയാണ്. സോ ഇച്ചിഗോ കുറോസാക്കിയും അതുപോലെ തന്നെ ബാക്കിയോ കുച്ചിക്ക് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയായി. കാണിക്കുന്നത് എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്താണ്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മുടെ ബാക്കിയ കുച്ചിക്കിയും അതുപോലെ ഇച്ചിഗോ കുറോസാക്കിയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. സോ നമ്മുടെ ഇച്ചിഗോ സ്റ്റൈലായിട്ട് പറയും, നീ വേണമെങ്കിൽ നിന്റെ ബൻകായ് ടെക്നിക്ക് ഇപ്പോൾ യൂസ് ചെയ്തോ, അതിനെ ഞാൻ സിമ്പിളായിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്യും. നമ്മുടെ ഇച്ചിഗോ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ബാക്കിയ കുച്ചിക്ക് കേൾക്കുന്നില്ല. ബാക്കിയ കുച്ചിക്ക് തൻ്റെ ബൻകായ് റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് സ്മോൾ പെട്ടൽ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ ഇച്ചിഗോനെ നേരെ വിടുകയാണ്. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ഒരു ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ടെക്നിക്ക് തന്നെ ഡിസ്ട്രോ ആയി കളയുകയാണ്. സോ ഇത് ബാക്കിയ കുച്ചിക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഇച്ചിഗോ സിമ്പിളായിട്ട് തന്നെ ഡിസ്ട്രോ ചെയ്തിരിക്കുന്നു. നമ്മുടെ ബാക്കിയ കുച്ചിക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോയും പറയുകയാണ്, ഞാൻ നിനക്കിനി ഒരു ചാൻസ് തരത്തില്ല, കിട്ടുന്ന ചാൻസിൽ തന്നെ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞിരിക്കും ബാക്കിയ കുച്ചിക്ക്. സോ അവിടെ വെച്ചാണ് വിളിച്ചത് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 4-ൻ്റെ 57ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം, എല്ലാം ഒന്ന് ചെയ്തേക്കാം. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്, നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, എന്നാൽ നമ്മുടെ ചാനൽ അത്രയ്ക്ക് പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അതെനിക്കൊരു മോട്ടിവേഷനാണ്. സോ അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, കമൻറ്റും എനിക്കൊരു മോട്ടിവേഷനാണ്. സോ ആരും പോലെ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സോ ഞാൻ സീസൺ 3യുടെ അവസാനം ലാസ്റ്റ് എപ്പിസോഡ് ഇട്ടപ്പോൾ അതിനകത്ത് വന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞു സീസൺ 3 വേണ്ടിയവർ കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ. സോ സീസൺ 3 ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടേ. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. സീസൺ 3 ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. സോ ഇപ്പം സീസൺ 4 ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുന്നു. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൻകായ്.